വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം, അതായത് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, നമ്മുടെ ഡൈജഷൻ പ്രോസസ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, അതാണ് ഞാൻ ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്തത്. സോ ഫസ്റ്റ് തിങ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോസസ്ഡ് ഫുഡ് ഓർ പാക്ഡ് ഫുഡ്സ്. യൂഷ്വലി എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പാക്കറ്റ് ഐറ്റംസ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫസ്റ്റ് തിങ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ്, ലാക്ക് ഓഫ് എക്സസൈസ്. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരു എക്സസൈസും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് തേർഡ്, ലാക്ക് ഓഫ് സ്ലീപ്പ്. അതായത് ഉറക്കക്കുറവ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങൾക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരാതെ എങ്ങനെ നോക്കാം, നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ എന്തൊക്കെ ഫുഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു 2 to 3 പോയിന്റ്സ് ആയിട്ട് ഞാൻ സിമ്പിളായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങളൊരു ബനാന ആഡ് ചെയ്യാം. അത് ഏത് പഴം ആയിക്കോട്ടെ, നിങ്ങളത് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. അത് മീൽസ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ വാട്ട് ഇറ്റ് മേ ബി. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, നിങ്ങൾ മെലൻസ് ആഡ് ചെയ്യുക. അതായത് നമ്മുടെ വാട്ടർ മെലൺ, അങ്ങനത്തെ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് തേർഡ് വൺ, നിങ്ങൾ ഫൈബർ കണ്ടൻസ്, അതായത് നാര് അടങ്ങിയിട്ടുള്ള ഫുഡ്സും മാക്സിമം ഇൻടേക്ക് ചെയ്യണം. അതായത് നമ്മുടെ വാഴക്കൂമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവൈലബിൾ ആണെങ്കിൽ മാക്സിമം. ഇത് എല്ലാ സാധനങ്ങളും കഴിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഏതാണ് ആക്സസബിൾ ആയിട്ടുള്ളത് അത് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫോർത്ത് വൺ, ഹോം മെയ്ഡ് ഗീ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഹോം മെയ്ഡ് ഗീ നിങ്ങൾക്ക് എന്തെങ്കിലും ചട്നിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ സ്നാക്സിലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡയറ്റിൽ ഹോം മെയ്ഡ് ഗീ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ്സ് ഓർ ഫ്രൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം, വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഡെയിലി നിങ്ങളൊരു 2.5 ലിറ്റേഴ്സ് വാട്ടർ ഇൻടേക്ക് ചെയ്യൽ നിർബന്ധമാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് കുടിക്കാം, ഒറ്റ സ്ട്രെച്ചിൽ കുടിക്കാതെ സിപ്പായി എന്താക്കുക, എല്ലാ മീൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രം മോർണിംഗ് ടു നൈറ്റിൽ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, എക്സസൈസ് ഫോർ മിനിമം 150 minutes a week. ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് നിങ്ങൾ മിനിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക ടു സ്റ്റേ ആക്റ്റീവ്. 150 മിനിറ്റ് ഒരു വീക്കിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് 20 to 21 minutes. മിനിമം ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. സ്വിമ്മിങ്, ജോഗിങ്, എക്സസൈസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് നിങ്ങൾ ഡെയിലി ഒരു 20 minutes മിനിമം ചെയ്യാൻ നോക്കുക. അത് നിർബന്ധമാണ്. ആൻഡ് ഫിക്സ് എ ബെഡ് ടൈം ആൻഡ് വേക്കപ്പ് ടൈം. അതായത് ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും നിങ്ങൾ ഒരു ടൈം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഡോണ്ട് വറി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഒരു 80% നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ട്രൈ ദിസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഫോളോ മൈ പേജ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു വെരി മച്ച്.